നമസ്കാരം, ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം. പാർലമെന്റിൽ ഇത്തവണ പ്രാതിനിധ്യം ഉയർത്തി കോട്ടയം ജില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പും രാജ്യസഭാ തിരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനവും കഴിഞ്ഞതോടെ കോട്ടയം ജില്ലയിൽ നിന്ന് 5 പേർ പാർലമെന്റിലെത്തും എന്ന് ഉറപ്പായി. ഒരു കേന്ദ്ര സഹമന്ത്രി അടക്കം കോട്ടയത്തിന് ഇത്തവണ ലഭിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാന സവിശേഷത. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഫ്രാൻസിസ് ജോർജാണ് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഫ്രാൻസിസ് ജോർജിനെ കൂടാതെ മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ്, പത്തനംതിട്ട MP ആന്റോ ആന്റണി എന്നിവരും കോട്ടയം ജില്ലയുടെ ഭാഗമാണ്. അപ്രതീക്ഷിതമായ മൂന്നാം മോദി സർക്കാരിൽ ഉൾപ്പെട്ട BJP നേതാവ് ജോർജ് കുര്യൻ കോട്ടയം ജില്ലയിലെ കണക്കാരി സ്വദേശിയാണ്. നിലവിൽ ലോക്സഭയിലോ രാജ്യസഭയിലോ ജോർജ് കുര്യൻ അംഗമല്ല. എന്നാൽ BJPക്ക് ഉറപ്പുള്ള ഏതെങ്കിലും സംസ്ഥാനത്തിലെ രാജ്യസഭാ സീറ്റിൽ നിന്ന് ജോർജ് കുര്യൻ മത്സരിച്ച് ജയിച്ചു വരും. കേരളത്തിൽ ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റിൽ നിന്ന് ജോസ് കെ മാണി LDF സ്ഥാനാർത്ഥിയായി ജയിച്ചു വരും എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇതോടെ ജില്ലയിൽ നിന്ന് 5ാമനും പാർലമെന്റിലേക്ക് എത്തുന്നു എന്ന ചാരിതാർത്ഥ്യത്തിലാണ് കോട്ടയം. അതേസമയം 15 വർഷത്തിന് ശേഷമാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് പാർലമെന്റ് അംഗത്വം ലഭിക്കുന്നതെന്ന സവിശേഷതയും ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അന്നും ഫ്രാൻസിസ് ജോർജാണ് വിജയിച്ചത് എന്നത് മറ്റൊരു കൗതുകം. എന്നാൽ 2004 ഇടുക്കിയിലായിരുന്നു ആ വിജയം എന്ന് മാത്രം. കോൺഗ്രസും CPMും ഒരു കാലത്ത് ശക്തി തെളിയിച്ചിട്ടുള്ള കോട്ടയം ലോക്സഭാ മണ്ഡലം ഇപ്പോൾ പതിറ്റാണ്ടുകളായി കേരള കോൺഗ്രസ് പാർട്ടികളുടെ കയ്യിലാണ്. ഇത്തവണ ആധികാരിക വിജയമാണ് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് മണ്ഡലത്തിൽ ലഭിച്ചത്. ഫ്രാൻസിസ് ജോർജ് 3,62,348 വോട്ടുകൾ നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ തോമസ് ചാഴിക്കാടന് 2,74,884 വോട്ടുകളാണ് നേടാനായത്. 87,464 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഫ്രാൻസിസ് ജോർജിന്റെ വിജയം. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി 1,63,605 വോട്ടുകൾ നേടി. കോട്ടയം ജില്ലയിലെ പാല, കടുത്തുരുത്തി, വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ കൂടാതെ എറണാകുളം ജില്ലയിലെ പിറവവും ഉൾക്കൊള്ളുന്നതാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. അതോടൊപ്പം കോട്ടയം ലോക്സഭാ മണ്ഡലം കൈവിടുന്നതോടെ കേരള കോൺഗ്രസ് M നേരിടാൻ പോകുന്നത് വലിയ പ്രതിസന്ധി. കോട്ടയത്ത് 2019 UDFനൊപ്പം നിന്ന് ജയിച്ചു കയറിയതാണ് കേരള കോൺഗ്രസ് M. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF വിട്ട് LDFലേക്ക് വന്നത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മണ്ഡലമായ പാലായിൽ ജോസ് കെ മാണി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു. റോഷി അഗസ്റ്റിനിലൂടെ മന്ത്രിസ്ഥാനം ലഭിച്ചെങ്കിലും ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് മുന്നണി മാറ്റം സമ്മാനിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കയ്യിലുണ്ടായിരുന്ന സീറ്റ് പോകുന്നതോടെ പാർലമെന്റിൽ കേരള കോൺഗ്രസ് Mന്റെ പ്രാതിനിധ്യം ഏറെക്കുറെ നഷ്ടമാകും. കാരണം അടുത്ത രാജ്യസഭാ തെരഞ്ഞെടുപ്പോടെ ജോസ് കെ മാണിയുടെ MP കാലാവധി തീരും. കേരളത്തിൽ 3 രാജ്യസഭാ സീറ്റുകളാണ് ഒഴിവ് വരുന്നത്. ഇതിൽ 2 സീറ്റിൽ LDFന് ജയിക്കാം. 1 സീറ്റ് CPM എടുക്കും എന്നുറപ്പാണ്. 2ാമത്തെ സീറ്റിനായി CPIയും കേരള കോൺഗ്രസ് Mഉം RJDയും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ CPIക്കായിരിക്കും സീറ്റിന് സാധ്യത. അതിനാൽ കേരള കോൺഗ്രസ് Mനെ സംബന്ധിച്ച് ചരിത്രത്തിലില്ലാത്ത പ്രതിസന്ധിയാണ് കാത്തിരിക്കുന്നത്. പാർട്ടി ചെയർമാനായ ജോസ് കെ മാണി നിലവിൽ പദവിയൊന്നുമില്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ്. വ്യക്തിപരമായി എന്തെങ്കിലും പദവി കിട്ടാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ജോസ് കെ മാണി കാത്തിരിക്കണം. അതേസമയം മുന്നണിയിലെ കേരള കോൺഗ്രസ് Mന്റെ സ്ഥാനവും ചോദ്യം ചെയ്യപ്പെടും എന്നുറപ്പാണ്. 2001 12 സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് Mന് 5 സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത്. അതിനാൽ തന്നെ കേരള കോൺഗ്രസ് M മുന്നണിയിലേക്ക് എത്തിയതുകൊണ്ട് കാര്യമില്ല എന്ന വിലയിരുത്തലിലാണ് ഇടത് കേന്ദ്രങ്ങൾ. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് കാര്യമായ പ്രകടനം നടത്താനായില്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ മുന്നണിയിലെ ഭാവി തന്നെ കഷ്ടത്തിലാകും.